ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇത് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ടൈറ്റിലും തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ അലൈറ്റ് മോഷനിലേക്ക് എങ്ങനെയാണ് നമ്മൾ XML ഫയൽ ആഡ് ആക്കിയിട്ട് അതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്ത് വീഡിയോസ് ക്രിയേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ സോ ഗൈസ്, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ട്രാൻസിഷനാണ് നമ്മൾ XML ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഒരു ചാനലിൽ നിന്ന് XML ഫയൽ ഡൗൺലോഡ് ആക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു വീഡിയോയുടെ XML ഫയലാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വീഡിയോയുടെ ലിങ്ക് കാണും. സോ XML എന്നുള്ളത് വേറൊരു വീഡിയോയുടെ ലിങ്ക് കാണും. സോ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു XML ഫയൽ കിടക്കണതാണ്. ദെൻ ആ ഒരു XML ഫയൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് ഡൗൺലോഡായി കിട്ടും. സോ ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡായി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് സെൻഡ് കൊടുക്കാം. ഓക്കെ, സെൻഡ് കൊടുത്ത് അലൈറ്റ് മോഷനിലേക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഇത് ലോഡായി കിടക്കണതാണ്. സോ അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലാണ് വരാം. ദെൻ നമുക്കിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 60:9 എന്നുള്ള റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട വീഡിയോസ് ഇതിലേക്ക് ഇമ്പോർട്ട് ആക്കി കൊടുക്കാം. സോ അതിനു മുമ്പ് നിങ്ങൾക്ക് ഓഡിയോ ജസ്റ്റ് ഒന്ന് ആഡ് ആക്കാനുണ്ട്. സോ അപ്പോൾ ഓഡിയോ എങ്ങനെ ആഡ് ആക്കണമെന്ന് വെച്ചാൽ, ഏത് വീഡിയോയുടെ ഓഡിയോ ആണോ നിങ്ങൾക്ക് എടുക്കേണ്ടത്, സോ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. സോ ഞാൻ ഇത് എക്സാമ്പിളായിട്ട് ആഡ് ചെയ്തതാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഡിയോ കിട്ടും. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് വേണ്ട കട്ട്സ് ഇതിലേക്ക് ഇമ്പോർട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഒരു 2-3 കട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൂര്യയുടെ 2-3 കട്ട്സ് ഇങ്ങനെ ആഡ് ആക്കുന്നുണ്ട്. കറക്റ്റായ ഒരു ബീറ്റിനനുസരിച്ച് ആഡ് ആക്കാൻ ശ്രമിക്കുക. സോ ഞാനിവിടെ എക്സാമ്പിളായിട്ട് ബീറ്റൊന്നും നോക്കണില്ല. സോ ജസ്റ്റ് ഒന്ന് ആഡ് ആക്കിയിട്ടാണ്. ഓക്കെ, ഇവിടെ കട്ട്സുകളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നമ്മുടെ ഈ ഒരു XML ഫയൽ ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യാം. സോ ഇതിൽ എഫക്റ്റ് കോപ്പി ചെയ്ത് ബാക്ക് അടിച്ച് ഇതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ തന്നെ നമുക്കിവിടെ എഫക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഈ സൂമിങ് എഫക്റ്റൊക്കെ കൊണ്ടുവരാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിന് ഈ ഒരു നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് ബാക്ക് അടിച്ച് ഈ ഒരു ഫസ്റ്റിന് നമുക്ക് ഈ ഒരു ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഈ ഒരു ലെയർ ക്ലിക്ക് ചെയ്ത് ഈ നള്ള് 1 എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്കിവിടെ സെൻട്രലായിട്ട് നള്ളിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ടുപോയി സ്റ്റാർട്ടിങ്ങിലായിട്ട് സൂം ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കി കൊടുക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ കട്ട്സിലും ഇങ്ങനെ നല്ല ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് ഇങ്ങനെ ഡ്യൂറേഷനൊക്കെ സെറ്റ് ചെയ്ത് നല്ല സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ സൂമിംഗ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ XML ആഡ് ആക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഗ്രാഫുകളൊന്നും ജസ്റ്റ് കറക്റ്റായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഗ്രാഫുകളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒരു കട്ട്സിനും ബീറ്റിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് കറക്റ്റൊക്കെ ആക്കി വിടാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. സോ നിങ്ങൾക്ക് എത്ര ഷേക്കാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഈ ഒരു ബീറ്റൊക്കെ ഇവിടെ സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.